അപ്പോൾ ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണ ഏറിക്കൊണ്ടിരിക്കുകയാണ്. പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ അത് രാഷ്ട്രീയമായും കോൺഗ്രസിന്റെ പിന്തുണയുണ്ട്. പിന്നാലെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസും പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സമരപന്തലിൽ എത്തിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനോട് ചോദിക്കുന്നു, എന്താ നിങ്ങളുടെ മന്ത്രിമന്ദിരം, ആ മന്ത്രിമന്ദിരം ഈ സാധു മനുഷ്യന്മാരുടെ മുന്നിൽ തുറക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നാണോ പറയുന്നത്? ഓഫീസ് ടൈമിൽ ഓഫീസിൽ വരാനാണ് പറയുന്നത്. ഈ സാധു മനുഷ്യന്മാർക്ക് ഓഫീസ് ടൈമുണ്ടോ? 10 തൊട്ട് 5 വരെ മാത്രം പ്രവർത്തിച്ചിട്ടാണോ നിങ്ങൾ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഈ കേരളത്തിൽ മറ്റാരെങ്കിലും കുടുംബത്തിൽ ഒരാളൊന്ന് ചുമച്ചാലോ ഒന്ന് തുമ്മിയാലോ പോലും ആശങ്കയോടുകൂടി ജീവഭയത്തോടുകൂടി കഴിഞ്ഞിരുന്ന കാലത്ത് മനുഷ്യന്മാർക്കിടയിലേക്ക് പോയി സർവേ എടുക്കാൻ ഈ സാധുക്കൾ വേണ്ടിയിരുന്നില്ലേ? കൂടുതൽ വിവരങ്ങളുമായി എ ബി ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണയേറുകയാണ് കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്. പിന്നാലെ CPI നേതാവ് സി ദിവാകരൻ അടക്കം സമരപന്തൽ എത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇനി സമരവുമായി ആശാ വർക്കേഴ്സ് മുന്നോട്ട് പോകുന്നത്? കീർത്തന, ഈ ആശാ വർക്കർമാരുടെ സമരം 13ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് 13ാം ദിവസമാണ്. ഞാൻ അല്പനേരമായി ഇവരുടെ ഒപ്പം ഈ സമരപ്പന്തലിൽ കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് വലിയ ചൂടാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അത്രമാത്രം ചൂടിനെ സഹിച്ചുകൊണ്ട് പ്രതികൂല കാലാവസ്ഥയിലാണ് ആശാ വർക്കർമാരുടെ സമരം 13ാം ദിവസം പുരോഗമിക്കുന്നത്. കുടയൊക്കെ ചൂടിയാണ് അവർ സമരപ്പന്തലിൽ ഇരിക്കുന്നത്. ഇന്ന് രമേശ് ചെന്നിത്തല ഈ സമരത്തിൽ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തി. രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. മുഖ്യമന്ത്രി വിചാരിച്ചാൽ 30 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതേസമയം സി ദിവാകരൻ രാവിലെ സംസാരിച്ചൊരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം, എത്രയും പെട്ടെന്ന് വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടണം, ഇത് ദേശീയ വിഷയമായി മാറിയെന്നൊരു അഭിപ്രായമാണ് CPIയുടെ തന്നെ നേതാവായ സി ദിവാകരൻ ഉയർത്തിയത്. പിന്നീട് ഇങ്ങോട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സമരപ്പന്തലിലെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോഗ്യമന്ത്രിയുടെ ജില്ലക്കാരൻ കൂടിയാണ് അദ്ദേഹം, പാലക്കാട് നിന്നുള്ള MLA ആണെങ്കിൽ പോലും. അദ്ദേഹം പക്ഷേ വലിയ വിമർശനമാണ് മന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. മന്ത്രി ഇത്തരത്തിൽ സമരക്കാരെ കാണാൻ പോലും തയ്യാറാവുന്നില്ല തരത്തിലുള്ള പ്രതികരണം അങ്ങനെ നടത്തി. അങ്ങനെ പ്രതിപക്ഷത്ത് നിന്നും ഒപ്പം തന്നെ ഭരണപക്ഷത്ത് നിന്ന് പ്രത്യേകിച്ച് CPI ഉൾപ്പെടെ നേതാക്കൾ പരസ്യമായി ഇവരെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം വരുന്നു. പക്ഷേ സർക്കാർ അപ്പോഴും കൃത്യമായി ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുന്നില്ല. ഇവർക്ക് ചില കാര്യങ്ങളിലൊക്കെ അംഗീകാരം നൽകിയെന്ന് പറയുമ്പോഴും ഇവർ ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ ഇതുവരെ സർക്കാർ അംഗീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 100 മീറ്റർ അകലെയാണ് ഈ സമരം നടക്കുന്നത്. അത്രമാത്രം ദൂരമേ ഉള്ളൂ. പക്ഷേ മുഖ്യമന്ത്രി ഈ സമരക്കാരെ ഒന്ന് കാണാനോ സംസാരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ശക്തമായ സമരം തുടരുമെന്ന് ആശാവർക്കർമാർ പറയുന്നു. എന്തായാലും സംസ്ഥാനത്ത് ആശയില്ലാത്ത അവസ്ഥയാണ് ആശാവർക്കർമാർക്ക്. അത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇവർ ഇത്രയും ദിവസം ഇവിടെ സമരം നടത്തിയത്. 13 ദിവസമായി ആശാ വർക്കേഴ്സിന്റെ സമരം തുടങ്ങിയിട്ട് ഇതിനകം തന്നെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. അതിനിടയിൽ മറ്റേ ഉപാധിരഹിത ഓണറേറിയം നൽകാമെന്നുള്ള രീതിയിൽ ഒരു പ്രഖ്യാപനം വന്നെങ്കിൽ കൂടി അതല്ല, അവരുടെ മറ്റ് ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കണം എങ്കിൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്നോട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ സമരത്തിന് ശക്തിയേറുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളൊക്കെ വന്ന് പിന്തുണ അറിയിക്കുന്നുണ്ട്. CPI നേതാവ് അടക്കം സമരപന്തൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണ ഉണ്ടാകുന്നുണ്ട്. ഉടൻ തന്നെ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ മറ്റു ഇടപെടൽ എന്താണെങ്കിൽ അത് നടത്തി ആശാ വർക്കേഴ്സിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. പക്ഷേ ഇന്നലെയൊക്കെ മന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവന അങ്ങനെ ആയിരുന്നില്ല. വേണമെങ്കിൽ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ആശാ വർക്കേഴ്സിന്റെ ഒപ്പം തയ്യാറാണെന്നുള്ള പരിഹാസ രൂപേണയാണോ മന്ത്രി പറഞ്ഞത് എന്നുള്ള സംശയമൊക്കെ ഉണ്ട്. എന്തായാലും ഇവർ പൊരിവെയിലത്ത് 13 ദിവസമായി സമരം ചെയ്യുകയാണ്. കേരളത്തിന്റെ എനിക്ക് തോന്നുന്നു ഇവരുടെ പ്രവർത്തനം പലയിടങ്ങളിലും ഇത് പ്രശ്നമാവുന്നുണ്ട്. ഇവരില്ലാത്തത് കൊണ്ട് ഉള്ള പ്രശ്നങ്ങളും ഉണ്ട്. അവർ എല്ലായിടത്തും ചെന്ന് നാട്ടുകാരുടെ വിശേഷം ക്ഷേമം അന്വേഷിച്ച് അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ്. ഉടൻ അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വെളിച്ചമാണെന്ന് ആ വെളിച്ചം ഇല്ലാതാവും. അതാ ഞാൻ പറയാവുന്നത് തന്നെയാണ്. കണ്ണ് ഉള്ളപ്പോൾ അതിന്റെ കാഴ്ച അറിയില്ല എന്ന് പറയുന്ന പോലെയാ. ഇനിയിപ്പോൾ അവർ തീരെ അത്തരം സേവനങ്ങൾ ചെയ്യാതാവുമ്പോൾ മാത്രമാണോ നമ്മുടെ കണ്ണ് തുറക്കുക എന്നറിയില്ല. എന്തായാലും 13 ദിവസമായിരിക്കുന്നു. വലിയ വിഷമം തോന്നുന്നുണ്ട്.